കൊടകര കുഴൽപ്പണ കേസിൽ തുടരന്വേഷണത്തിന് ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതി അനുമതി നൽകുമ്പോൾ അന്വേഷണം ഏത് രീതിയിൽ മുമ്പോട്ടു പോകുമെന്ന ആകാംക്ഷ ശക്തമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി വി കെ രാജു, പബ്ലിക് പ്രോസിക്യൂട്ടർ എം കെ ഉണ്ണികൃഷ്ണൻ വഴി നൽകിയ തുടരന്വേഷണ ഹർജി ജഡ്ജി എൻ വി വിനോദ് അംഗീകരിച്ചു. 2 ഘട്ടമായി കുറ്റപത്രം നൽകിയ കേസിൽ തുടരന്വേഷണം നടത്തി പുതിയ കുറ്റപത്രം നൽകും. കേസ് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് വീണ്ടും അന്വേഷിക്കുക. കൊടകര കുഴൽപ്പണ കേസ് വീണ്ടും തുറന്നതിനാൽ ഇനി 90 ദിവസത്തിനകം അന്തിമ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കണം. അതിവേഗ നടപടികൾ ഇതിന് അനിവാര്യമായി വരും. BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടക്കം പ്രതിക്കൂട്ടിലുള്ള കേസാണ് ഇത്. BJPയുടെ ജില്ലാ ഓഫീസ് സെക്രട്ടറിയായിരുന്ന തിരൂർ സതീഷ് ഒക്ടോബർ 31 നടത്തിയ വെളിപ്പെടുത്തലോടെയാണ് കുഴൽപ്പണ കേസ് വീണ്ടും ചർച്ചയായത്. തിരൂർ സതീഷിൽ നിന്ന് അന്വേഷണ സംഘം ശനിയാഴ്ച മൊഴിയെടുക്കും. മുമ്പ് അന്വേഷണത്തിൽ വിട്ടുപോയ പലതുമുണ്ട്. ഇതിലേക്ക് അന്വേഷണം എത്തിയാൽ യഥാർത്ഥ പ്രതികൾ കുടുങ്ങും. 2021 ഏപ്രിൽ 3 പുലർച്ചെ 4:40 കൊടകര മേൽപ്പാലത്തിന് 500 മീറ്റർ തെക്ക് മാറി ദേശീയപാത 544 വച്ചായിരുന്നു ആക്രമണം. 2 സ്വിഫ്റ്റ് കാറിൽ അടക്കം 3 കാറിലായി വന്ന് ആവലാതിക്കാരനും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന KL 56G 6789 നമ്പർ എർട്ടിക കാറിന് മുമ്പിലും ഇടതുവശത്തും ഇടിച്ച് ബ്ലോക്ക് ചെയ്ത ആവലാതിക്കാരനെയും സുഹൃത്തിനെയും കാറിൽ വച്ചും പുറത്തു വലിച്ചിറക്കിയും ദേഹോപദ്രവം ഏൽപ്പിച്ചു. അതിനുശേഷം കാറിലുണ്ടായിരുന്ന 25 ലക്ഷം രൂപയും കാറും മോശം വിചാരത്തോടെ കൂട്ടായ്മ കവർച്ച ചെയ്തു. കൊടകരയിലെ കള്ളപ്പണ കവർച്ചയിലെ പോലീസ് ഇട്ട ആദ്യ FIR ഇങ്ങനെയായിരുന്നു. 2021 ഏപ്രിൽ 3 ഈ സംഭവം. ഈ അപകടമാണ് പിന്നീട് കൊടകര കേസെന്ന നിലയിൽ കുപ്രസിദ്ധമായത്. ഇതിലാണ് പുതിയ വെളിപ്പെടുത്തൽ. കൊടകര കേസിലെ പല ദുരൂഹതകളും പോലീസ് അന്വേഷിച്ചിരുന്നില്ല. അപകടത്തിൽപ്പെട്ട കാറിന്റെ വിൽപ്പനയിലേക്ക് അടക്കം അന്വേഷണം നീണ്ടിരുന്നുവെങ്കിൽ വസ്തുതകൾ പൂർണ്ണമായും പുറത്തു വരുമായിരുന്നു. അതേസമയം ആക്രമണത്തിൽ ഈ എർട്ടിക കാറിന് സാരമായ കേടുപാടുകൾ നൽകിയെന്നാണ് ഉടമ കൊടകര പോലീസിന് നൽകിയ പരാതി. 3 നടന്ന ആക്രമണത്തിൽ പരാതി നൽകിയത് 7. അതിനുശേഷം KL 56G 6789 നമ്പർ എർട്ടിക കാറിന്റെ ഉടമ മാറിയെന്നാണ് കൗതുകകരമായ വസ്തുത. ആക്രമണത്തിൽ തകർന്ന കാറിന്റെ രജിസ്ട്രേഷൻ രേഖകളിൽ മാറ്റം സംഭവിച്ചത് മറുനാടൻ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാവുകയായിരുന്നു. അന്ന് തന്നെ ഈ വിശദ വാർത്തയുമെത്തി. എന്നാൽ ഈ വസ്തുതകളൊന്നും ആരും പരിശോധിച്ചില്ല. BJP ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് നടത്തി പുതിയ വെളിപ്പെടുത്തൽ കേസിന്റെ പുനരന്വേഷണ സാധ്യത തന്നെയാണ് ചർച്ചയാക്കുന്നത്. ഈ സമയം കാറിന്റെ രേഖാമാറ്റം പരിശോധിച്ചാൽ പോലീസിന് നിർണായക തെളിവ് കിട്ടും. അതിലേക്കൊന്നും അന്വേഷണം നീളാത്തത് ഡീലിന്റെ ഭാഗമാണോ എന്ന സംശയം ശക്തമാണ്. 2012 വാങ്ങിയ കാറിന്റെ ഓണർഷിപ്പ് ആക്രമണം നടക്കുമ്പോഴും കോഴിക്കോട് പെരിന്തൽമണ്ണ സ്വദേശി മുഹമ്മദ് സംബ്രി എന്ന വ്യക്തിയുടേതാണിത്. 7 പരാതി നൽകിയ ശേഷം 2 ദിവസം കഴിഞ്ഞ് ഈ കാർ വിറ്റതായി രേഖയുണ്ടാക്കി. ഇത് പ്രകാരം കൊടകര പോലീസിൽ പരാതി. പിന്നീട് കോഴിക്കോട് ചേളന്നൂർ സ്വദേശി ഷംജീർ ഷംസുദ്ദീനാണ് കാർ വാങ്ങിയത്. ഏപ്രിൽ 9 വിറ്റ രേഖ ഉപയോഗിച്ച് 18 കാറിന്റെ രജിസ്ട്രേഷൻ രേഖകളിലും ഷംജീർ ഷംസുദ്ദീന്റെ പേര് വരികയും ചെയ്തു. അതായത് ആക്രമണത്തിൽ തകർന്ന ശേഷമാണ് കാർ ഔദ്യോഗികമായി വിറ്റിരിക്കുന്നത്. മുഹമ്മദ് സംബ്രിയുടെ പേര് കേസുകളിൽ ഒന്നും വരാതിരിക്കാനാണ് തകർന്ന കാറിന്റെ RC രേഖകളിൽ മാറ്റം വരുത്തിയെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. 4 ദിവസം വൈകിയാണ് കേസ് നൽകിയതെന്ന് FIRൽ നിന്ന് വ്യക്തമാണ്. ഷംജീർ ഷംസുദ്ദീന്റെ സുഹൃത്തും കാറിലുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് കോഴിക്കോടുകാരനായ ധർമ്മരാജൻ എന്ന് വ്യക്തമാണ്. ധർമ്മരാജന്റെ പേര് കേസ് രേഖകളിൽ വരാതിരിക്കാനാണ് ഷംജീറിനെ കൊണ്ട് പരാതി നൽകിയത് എന്ന് വേണം അനുമാനിക്കാൻ.